വിന്നേഴ്സ് കോർണറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. കേരള PSC നിരവധി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷ് വിഭാഗത്തിലെ ചോദ്യ പാറ്റേണുകളെ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ ക്ലാസ്സാണ് ഇത്. അതിനു മുൻപ് ഈ ചാനൽ പുതിയതായി കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സാധാരണ ഒരു PSC നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ തുടക്കക്കാരായ ഉദ്യോഗാർത്ഥികൾ എന്താണ് ചെയ്യുക? ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ ആദ്യമേ സംഘടിപ്പിക്കും. എന്നിട്ട് രാപ്പകലില്ലാതെ ആയിരക്കണക്കിന് പേജുള്ള ഒരു റാങ്ക് ഫയൽ കുത്തിയിരുന്നങ്ങ് പഠിക്കും. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കേരള PSC എഴുതുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടാകുന്നുണ്ടോ? വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മുടെ അറിവ് വർദ്ധിക്കാൻ ഈ റാങ്ക് ഫയൽസ് ഒരുപാട് സഹായിക്കും. എന്നാൽ മത്സര പരീക്ഷയ്ക്ക് അതൊരു പക്ഷേ ഗുണപ്രദമായി കൊള്ളണമെന്നില്ല, പ്രത്യേകിച്ചും കേരള PSC നടത്തുന്ന എക്സാമിനേഷൻസ്. കേരള PSC പൊതുവെ വർഷത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുകയാണ് പതിവ്. എന്നിട്ട് അത് ആ വർഷത്തിൽ നടക്കുന്ന എല്ലാ കാറ്റഗറിയിലുമുള്ള ചോദ്യപേപ്പറുകളിലേക്കും ഒരുപോലെ ഇടുകയും ചെയ്യും. ആവർത്തന ചോദ്യങ്ങളുടെ പ്രാധാന്യം എത്രമാത്രം വലുതാണെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ടാഗ് ക്വസ്റ്റ്യൻ നോക്കാം. He will come dash. Option A, will he, B, isn't it, won't he, none of this. will എന്നതാണ് ഇവിടുത്തെ ഓക്സിലറി. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് നെഗറ്റീവ് ടാഗാണല്ലോ പൊതുവെ ഉപയോഗിക്കുക. സോ will എന്നാണ് നെഗറ്റീവ്. will എന്നതിൻ്റെ നെഗറ്റീവ് want. So the answer is won't he. അടുത്ത നമുക്കൊരു ടാഗ് ക്വസ്റ്റ്യൻ തന്നെ നോക്കിയാലോ. Let us go for a movie. Options: don't us, shall not we, can we, shall we. എല്ലാവർക്കും അറിയാലോ, ലെറ്റസ് തുടങ്ങുന്ന എല്ലാ വാക്യങ്ങൾക്കും ടാഗ് ഷാൾ വി ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ, എവ്രി വൺ ഈസ് പ്രസൻറ്റ്. ആർ ദേ, ഈസ് ഹി, ആറിൻ ദേ, ഈസിൻറ്റ് ഇറ്റ്. ഇവിടെ എവ്രി വൺ, നോ വൺ, നൺ, നൈദർ എന്നീ വാക്കുകളിൽ തുടങ്ങുന്ന വാക്യങ്ങൾക്ക് ടാഗിൽ പ്രനൗണിൻ്റെ സ്ഥാനത്ത് ദേ ആണ് ഉപയോഗിക്കേണ്ടത്. അതിന് മുന്നിൽ വരുന്ന സഹായിക ക്രിയ ബഹുവചനത്തിലും ആയിരിക്കണം. സോ അതിൻ്റെ ആൻസർ ആർ ഇൻ ദേ, ഓപ്ഷൻ സി. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് ചോദ്യത്തിലേക്ക് കടക്കാം. The minister dash his ailing friend in the hospital. Options: called on, called at, called for, called off. നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് എന്താണ്? ഒരു വ്യക്തിയെ സന്ദർശിക്കാനാണ്. ഒരു വ്യക്തിയെ സന്ദർശിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന പ്രയോഗം കോൾഡ് ഓൺ എന്നാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എ ആണ്. ഇനി നമുക്ക് മറ്റ് ഓപ്ഷൻസ് കൂടെ ഒന്ന് നോക്കാം. നമ്മൾ കോൾ അറ്റ് എന്നൊക്കെ പ്രയോഗിക്കുന്നത് ഒരു സ്ഥലം സന്ദർശിക്കാനൊക്കെ പോകുമ്പോൾ. ഇപ്പോൾ കോൾ അറ്റ് എ പ്ലേസ്. ദെൻ കോൾ ഓഫ്. കോൾ ഓഫ് എന്നൊക്കെ പറയുമ്പോൾ ക്യാൻസൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാം. പെട്ടെന്ന് എന്തെങ്കിലും ക്യാൻസലേഷൻ വരുമ്പോൾ നമ്മൾ കോൾ ഓഫ് എന്നാണ് പറയുക. ദെൻ കോൾ ഫോർ. കോൾ ഫോർ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഡിമാൻഡ് അവിടെ ഉണ്ടായിരിക്കണം. കോൾ ഫോർ ആൻ ഇൻ്റർവ്യൂ, കോൾ ഫോർ എ ഫയൽ, എക്സെട്ര അങ്ങനെയൊക്കെ പറയാം. അടുത്ത ചോദ്യം, മാൻ ഈസ് ദ ഓൺലി ആനിമൽ ഡാഷ് ക്യാൻ ടോക്ക്. ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വിച്ച്, ഹൂ, ദാറ്റ്, നൺ ഓഫ് ദിസ്. ഓൾ, സെയിം, എനി, നൺ, നത്തിങ്, ഓൺലി എന്നീ വാക്കുകൾ കഴിഞ്ഞ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലെ അഡ്ജക്റ്റീവും കഴിഞ്ഞു വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഹൂ, വാട്ട് എന്നീ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് കഴിഞ്ഞും വന്നു കഴിഞ്ഞാൽ ദാറ്റ് എന്നുള്ളതാണ് ശരിയായ
പ്രയോഗം. ഇനി നമുക്ക് നിരന്തരം ആവർത്തിക്കുന്ന കുറച്ച് ഓപ്പോസിറ്റ് വേർഡ്സ്, ആൻറ്റണിംസ് പരിചയപ്പെടാം. The antonym of the word persuade. ഓപ്ഷൻസ് ഫോഴ്സ് തന്നിട്ടുണ്ട്, എൻകറേജ്, ഡിസ്വേഡ്, ഡിസപ്പോയിൻറ്റ്. ആൻറ്റണിം ഓഫ് പെർസ്വേഡ് ഓപ്ഷൻ സി ആണ്, ഡിസ്വേഡ്. അടുത്തത് വേറൊരു ആൻറ്റണിം തന്നെ നോക്കാം, ലെജിറ്റിമേറ്റ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഇല്ലെജിറ്റിമേറ്റ്. അടുത്ത ചോദ്യം ഒരു ആൻറ്റണിം തന്നെയാകാം, അസെൻറ്റ്. അസെൻറ്റ് എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഡിസെൻറ്റ് എന്നാണ്. ഇനി വേറൊരു ചോദ്യത്തിലേക്ക് പോകാം. ഹീ ഈസ് ഇനഫ് ടു ബിലീവ് എനി സ്ട്രോ. ഓപ്ഷൻസ് ക്രെഡിബിൾ, ക്രെഡ്യൂലസ്, ഇൻജനിയസ്, ചൈൽഡിഷ്. ക്രെഡുലസ് എന്നതിൻ്റെ അർത്ഥം ഫൂളിഷ്, അതായത് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന വിധത്തിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വേർഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആൻ ആം ആൻഡ് എ ലെഗ് മീൻസ് ഓപ്ഷൻസ് wholeheartedly, very expensive, at a loss, take up a task. An arm and a leg എന്നതിൻ്റെ അർത്ഥം വെരി എക്സ്പെൻസീവ് എന്ന് തന്നെയാണ്. അപ്പം ആൻസർ ഓപ്ഷൻ ബി. ഈ ക്ലാസ് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക. കൂടാതെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.